വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ എന്റെ മുന്നിലിരിക്കുന്ന സഖാക്കളെ, അധികമൊരു ദീർഘപ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങല എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യചങ്ങലയുടെ ഭാഗമാകുക എന്ന ഒരൊറ്റ കാര്യം നിങ്ങൾ ഏവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗമൊന്നും പറയുന്നില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കൂട്ടത്തിൽ രണ്ടുപേര് കവിതയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അത് പാടിക്കൊണ്ട് ഈ മനുഷ്യചങ്ങലയ്ക്ക് എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും നേർന്നുകൊള്ളുന്നു. വയലാർ എഴുതിയൊരു കവിതയുണ്ട്, അധ്വാനത്തിൽ വിയർപ്പാണ് ഞാൻ എന്ന കവിതയുടെ ഏതാനും ശകലങ്ങൾ. മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൽ നീലത്തടാകങ്ങളിൽ വാരിക്കൂമ്പിയ മോഹഭംഗമലരിൻ മുത്തല്ല ഞാൻ. കാടിനുള്ളിലരിച്ചു വീണ വെയിലല്ലന്തർമുഖധ്യാനമാം കൂടിനുള്ളിലെ നിദ്രയല്ല പുലർകാലത്തിൻ ചുമപ്പാണു ഞാൻ. മുറ്റത്തെ തുളസിത്തറയ്ക്കലരിയും തൃക്കൽ വിളക്കല്ല വെൺകൊറ്റ പൂങ്കുട ചൂടിവാണ നൃപവംശത്തിൻ വിഴുപ്പല്ല ഞാൻ. ഒറ്റയ്ക്കല്ല മനുഷ്യമാനസ ദിവാസ്വപ്നങ്ങൾ തൻ പൊൻകതിർ കറ്റക്കെട്ടു ചുമന്നു വന്ന യുഗസത്യത്തിൻ വിയർപ്പാണു ഞാൻ. ജ്ഞാനം വിശ്വവികാസ സംസ്കൃതി ചുമന്നെത്തിച്ച് വിജ്ഞാനമൻ പ്രാണസ്പന്ദന താളമാക്കി വിടരും ചൈതന്യമായി വന്നു ഞാൻ. അധ്വാനമെനിക്കു വേണ്ടി ഉണരും നൂറ്റാണ്ടിലെ സംക്രമസ്ഥാനത്തെന്തിതൊരന്ധകാര ശിഖരം നീ നട്ടു വേദാന്തമേ. നീ ഇന്ത്യക്കൊരു ശാപമായി വരുമെന്നാരോർത്തു, ഇന്ത്യക്കൊരു ശാപമായി വരുമെന്നാരോർത്തു യജ്ഞപ്പുകത്തിയിൽ പണ്ടു പൊരുത്ത മാനവ മഹാസംസ്കാരം അല്ലല്ലീ. ചായില്യങ്ങൾ വരച്ച പൊയ്മുഖവുമായി നിൻ മന്ത്രവാദം നിനക്കീയില്ലത്തു നിറുത്തുവാൻ സമയമായില്ലേ. സമൂഹാന്ധതേ. നന്ദി, നമസ്കാരം.